നമസ്കാരം. റിലീസ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. അമേരിക്ക ഇറാൻ സമാധാന കരാർ ഉടനെന്ന റിപ്പോർട്ട്. 14 നിർദ്ദേശങ്ങളടങ്ങിയ ധാരണാപത്രം പുറത്തുവിട്ട് ഇറാൻ മാധ്യമങ്ങൾ. ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ അമേരിക്ക പിൻവലിക്കും. ഇറാൻ ഹോർമുസ് തുറക്കും. ഞായറാഴ്ച ജനീവയിൽ ഒപ്പുവച്ചേക്കും. അന്തിമ തീരുമാനമായില്ലെന്ന് ഇറാൻ. ലെബനനിൽ വെടിനിർത്തലിനെ സംബന്ധിച്ച് ഇസ്രായേൽ. യുഎഇയിലെ ഇന്ത്യൻ പാസ്പോർട്ട്, വിസ, കോൺസുലർ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഔട്ട്സോഴ്സ് സേവനദാതാവിൽ മാറ്റം വരുന്നതായി അബുദാബി ഇന്ത്യൻ എംബസി. അൽഹിന്ദ് ടൂർ ആൻഡ് ട്രാവൽസ് LCC പുതിയ സേവനദാതാവായി നിയമിച്ചു. നിലവിൽ സേവനങ്ങൾ നൽകുന്നവർ ജൂൺ 30 വരെ പ്രവർത്തനം തുടരും. സഹകരണ സ്ഥാപനങ്ങളിലെ വായ്പാ തിരിച്ചടവ് മുടങ്ങിയവർക്ക് ആശ്വാസ പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ജനങ്ങൾക്ക് ആശ്വാസകരമാകുമെന്ന് മന്ത്രി M. ലിജു. സഹകരണ മേഖലയിൽ 3 മാസത്തേക്ക് ജപ്തി നടപടികൾ ഒഴിവാക്കും. പുതിയ മദ്യനയം പ്രഖ്യാപിക്കുമെന്നും മന്ത്രി. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം. മരിച്ചത് മലപ്പുറം കീഴാറ്റൂർ സ്വദേശിനി സരോജിനി. വയനാട്ടിൽ 7 പേർക്ക് കൂടി രോഗം. തിരുവനന്തപുരത്തും കോഴിക്കോടും രോഗബാധ. കാട്ടാക്കടയിൽ ബേക്കറിയിൽ നിന്നും ശേഖരിച്ച ജ്യൂസിൽ ഷിഗല്ല. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ചയാളുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് കാനഡ ബോസ്നിയ പോരാട്ടം. മത്സരം 12:30 മുതൽ. ഫുട്ബോൾ ആവേശത്തിൽ ഗൾഫ്. സൗദിയിലെ പൊതു ഇടങ്ങളിലും പാർക്കുകളിലും തത്സമയ സംപ്രേഷണം ഒരുക്കിയ അധികൃതർ. ഖത്തർ സ്വിറ്റ്സർലൻഡ് മത്സരം നാളെ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ US ഇറാൻ സമാധാന കരാർ ഉടനെന്ന് റിപ്പോർട്ട്. ഞായറാഴ്ച ധാരണാപത്രം ഒപ്പിട്ടേക്കും. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലായിരിക്കും കരാർ ഒപ്പിടുക. അതേസമയം US-ഉമായുള്ള കരാർ അന്തിമഘട്ടത്തിലായിട്ടില്ല എന്ന് ഇറാൻ വ്യക്തമാക്കുന്നു. ശനിയാഴ്ചയോടെ ധാരണാപത്രത്തിന് അന്തിമ രൂപം നൽകാനാണ് ഇറാന്റെയും അമേരിക്കയുടെയും ശ്രമമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 14 നിർദ്ദേശങ്ങളടങ്ങിയ ധാരണാപത്രം ഇറാൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുമുണ്ട്. ഇറാനെതിരെയുള്ള എണ്ണ നാവിക ഉപരോധങ്ങൾ അമേരിക്ക പിൻവലിക്കുകയും മരവിപ്പിച്ച ഫണ്ടുകളുടെ പകുതി വിട്ടുനൽകുകയും ചെയ്യും. പകരം ഹോർമൂസ് കടലിടുക്ക് ഇറാൻ പൂർണ്ണമായും തുറന്നു നൽകുമെന്നാണ് നിർദ്ദേശത്തിലുള്ളത്. കൂടാതെ ഇറാനിൽ നിന്ന് മുഴുവൻ US സൈന്യത്തെയും പിൻവലിക്കണമെന്നും രാജ്യത്തിന്റെ പുനർനിർമ്മാണത്തിനായി $300 ബില്യൺ പാക്കേജ് അമേരിക്കയും സഖ്യകക്ഷികളും സമർപ്പിക്കണമെന്നും കരാറിലുണ്ടെന്നാണ് വിവരം. ഞായറാഴ്ച ജനീവയിൽ വെച്ച് കരാർ ഒപ്പിട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനുമായുള്ള യുദ്ധത്തിൽ മികച്ചൊരു ഒത്തുതീർപ്പിലെത്തിയിരിക്കുകയാണെന്നും കരാർ തയ്യാറായ പശ്ചാത്തലത്തിൽ ഇറാനെതിരെ നടത്താനിരുന്ന പുതിയ ആക്രമണങ്ങൾ ഒഴിവാക്കുകയാണെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. Subject to finalization of documents, which should get done over the next few days. We'll probably have a signing maybe in Europe. കരാർ സംബന്ധിച്ച റിപ്പോർട്ടുകൾ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും യാതൊന്നും അന്തിമമായിട്ടില്ല എന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് ഇസ്മായിൽ ബഗായ് പ്രതികരിച്ചു. മുമ്പും കരാർ ഉടനുണ്ടാകുമെന്ന് ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമായിരുന്നില്ലെന്നും ഇറാൻ വ്യക്തമാക്കുന്നു. ഈ ചർച്ചകളിൽ തങ്ങൾ നേരിട്ട് പങ്കാളികളല്ലെങ്കിലും ഇറാന്റെ ആണവശേഷികൾക്കുമേൽ കർശന നിയന്ത്രണം ഉറപ്പാക്കുന്ന കരാറിനെ പിന്തുണയ്ക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് അമൃത TV. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ച സർക്കാർ നടപടി വിവാദത്തിൽ. നടപടിയിൽ ദുരൂഹതയുണ്ടെന്നും നിലവിലെ പ്രത്യേക പോലീസ് അന്വേഷണം അട്ടിമറിക്കാനാണ് ഈ അടിയന്തര നീക്കമെന്നും മുൻമന്ത്രി VN വാസവൻ ആരോപിച്ചു. കേസ് അട്ടിമറിക്കുവാനുള്ള നീക്കമാണെന്നും പ്രതികളുമായി കോൺഗ്രസിനുള്ള ബന്ധമാണ് വ്യക്തമാകുന്നതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങളെ തള്ളിയ ദേവസ്വം മന്ത്രി K. മുരളീധരൻ പുതിയ പ്ലീഡർ മുമ്പ് പ്രതികൾക്ക് വേണ്ടി ഹാജരായതിനാൽ അവരുടെ എല്ലാ ബലഹീനതകളും അദ്ദേഹത്തിന് നന്നായി അറിയാമെന്നും പ്രതികരിച്ചു. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ KP പ്രദീപിനെയാണ് ഇപ്പോൾ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചിരിക്കുന്നത്. സ്വർണ്ണമോഷണ കേസിലെ പ്രതികളായ ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവർക്ക് വേണ്ടിയും പ്രദീപ് തന്നെയാണ് ഹാജരായിരുന്നത്. ഇതിനെതിരെയാണ് വിമർശനമുയരുന്നത്. ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പ്രധാനപ്പെട്ട പ്രതിയുടെ അഭിഭാഷകനായിരുന്ന ആളെ ഗവൺമെൻറ് പ്ലീഡറാക്കി മാറ്റുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ഈ കേസിൻ്റെ അട്ടിമറിക്ക് വേണ്ടിയുള്ള നീക്കമാണ്. അത് അപലനീയമാണ് എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കുക. കേസ് അട്ടിമറിക്കാനുള്ള നീക്കമെന്നും ഒരു സർക്കാരും ചെയ്യാൻ ധൈര്യം പെടാത്ത കാര്യമെന്നും മുൻ മന്ത്രി P. രാജീവ്. ഏറ്റവും സുരക്ഷാ സംവിധാനങ്ങളുള്ള ജൻപദത്തിലേക്ക് എങ്ങനെയാണ് ഈ പോറ്റിക്ക് പോകാനും
സോണിയാഗാന്ധിയോട് അടുത്ത് കാണാനും 2 ഘട്ടങ്ങളിൽ അവസരം കിട്ടിയത്. 3 പ്രതികളും ഒന്നിച്ചു നിൽക്കുന്ന ഏക ഫ്രെയിം അതാണ്. കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്തത് പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണം, അതിന് എല്ലാവിധ സ്വാതന്ത്ര്യം നൽകുക എന്ന രീതിയായിരുന്നു. യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രത ഈ സർക്കാരിനുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കും. അപ്പോൾ ഈ തീരുമാനം മന്ത്രിസഭയുടെ അംഗീകാരത്തോടുകൂടിയാണ്. ഗൗരവമായ ഒരു അന്വേഷണം ഇത് സംബന്ധിച്ച് ഉണ്ടാകേണ്ടതുണ്ട്. നടപടിയിലൂടെ വ്യക്തമായത് കോൺഗ്രസിന് പ്രതികളുമായുള്ള ബന്ധമെന്ന് KK ശൈലജ. പ്രതികൾക്ക് വേണ്ടി വാദിച്ച വക്കീല് ദേവസ്വത്തിൻ്റെ അഡ്വക്കറ്റായിട്ട് ഗവൺമെൻറ് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്താ അതിന് മറുപടി പറയാനുള്ളത്? അപ്പോൾ ആരാണ് ഈ സ്വർണ്ണ കൊള്ളക്കാരെ സഹായിക്കുന്നവർ, അവരുമായി ബന്ധപ്പെടുന്നവർ? എന്നാൽ പ്രതിപക്ഷ ആരോപണം ദേവസ്വം മന്ത്രി K മുരളീധരൻ പൂർണ്ണമായും തള്ളി. പുതിയ പ്ലീഡർ മുൻപ് പ്രതികൾക്ക് വേണ്ടി ഹാജരായതിനാൽ അവരുടെ എല്ലാ ബലഹീനതകളും അദ്ദേഹത്തിന് നന്നായി അറിയാമെന്നും അത് കേസിനെ സഹായിക്കുമെന്നുമായിരുന്നു മന്ത്രിയുടെ അവകാശവാദം. നിയമനത്തിൽ തീരുമാനമെടുത്തത് മുഖ്യമന്ത്രിയാണെന്നും ക്യാബിനറ്റ് തീരുമാനം ഒരു മന്ത്രിക്ക് തള്ളിപ്പറയാനാവില്ല എന്നും മന്ത്രിയുടെ ന്യായീകരണം. നടപടിക്കെതിരെ വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകാനാണ് സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സഹകരണ മേഖലയിൽ 3 മാസത്തേക്ക് ജപ്തി ലേലം നടപടികൾ ഉണ്ടാകില്ല എന്ന് സഹകരണ മന്ത്രി M. ലിജു. ഇതിനായി ആശ്വാസ് പദ്ധതി നടപ്പിലാക്കും. കേരള ബാങ്കിനോട് സർക്കാരിന് തുറന്ന സമീപനമാണ്. സംസ്ഥാനത്ത് പുതിയ മദ്യനയം ഉണ്ടാകുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. പദ്ധതിയാണ് ആശ്വാസ്. അതായത് അടുത്ത 3 മാസക്കാലത്തേക്ക് ജപ്തി നടപടികളും ലേലവും എല്ലാം തന്നെ നിർത്തിവെച്ച് വൺ ടൈം സെറ്റിൽമെൻറ്റ് നൽകുന്ന ഒരു പദ്ധതിയാണ്. അത് നിരവധി മനുഷ്യർക്ക് അത് ആശ്വാസം പകരുന്നു. സഹകരണ മേഖലയിലെ നിക്ഷേപകർക്ക് അവരുടെ പണം നൽകുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണെന്നും മന്ത്രി പറഞ്ഞു. കേരള ബാങ്കിനോടും സർക്കാരിന് തുറന്ന സമീപനമാണ്. വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നെ നേരിട്ട് വന്ന് കാണുകയുണ്ടായി. അവരുടെ എല്ലാം ആവശ്യം കേരള ബാങ്ക് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. കേരള ബാങ്കിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ സമീപനം തുറന്നതാണ്. കേരള ബാങ്കിന് പരമാവധി സഹായങ്ങൾ ചെയ്യുക എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നയം. സംസ്ഥാനത്ത് പുതിയ മദ്യനയം ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. തീർച്ചയായിട്ടും മദ്യനയത്തിൽ മാറ്റമുണ്ടാകും. അത് LDF ഗവൺമെൻറ്റിൻ്റെ മദ്യനയമല്ലല്ലോ പുതിയ UDF ഗവൺമെൻറ്. അത് പക്ഷേ ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ ചർച്ചകളിലൂടെ ബജറ്റിന് ശേഷം അത്തരം ചർച്ചകൾ ആരംഭിക്കും. ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റീഹാബിലിറ്റേഷൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സമഗ്രമായ പദ്ധതി ജൂൺ 26 പ്രഖ്യാപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മാസപ്പടി കേസിൽ വീണയ്ക്ക് വീണ്ടും ED സമൻസ്. ബുധനാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ഇന്ന് ഹാജരാകാൻ നേരത്തെ ED സമൻസ് അയച്ചിരുന്നുവെങ്കിലും വീണ സമയം നീട്ടി ചോദിച്ചിരുന്നു. കരിമണൽ കമ്പനിയുമായി നടന്ന സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ഹാജരാക്കാനും വീണയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. മാസപ്പടി കേസിൽ ഇത് 2ാം തവണയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ T. വീണയ്ക്ക് ED സമൻസ് അയക്കുന്നത്. ബുധനാഴ്ച കൊച്ചി ED ഓഫീസിൽ വീണ ഹാജരാകണം. ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ച് ആദ്യം സമൻസ് അയച്ചിരുന്നുവെങ്കിലും വീണ അവധി അപേക്ഷ നൽകുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാൻ കഴിയില്ലെന്നായിരുന്നു വീണയുടെ വിശദീകരണം. ED ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകൻ മുഖേന EDക്ക് മുന്നിൽ ഹാജരാക്കാമെന്നും വീണ അറിയിച്ചിരുന്നു. തുടർന്നാണ് വീണയ്ക്ക് വീണ്ടും സമൻസ് അയക്കാൻ ED തീരുമാനിച്ചത്. വീണയെ നേരിട്ട് ചോദ്യം ചെയ്യണമെന്ന നിലപാടിലാണ് ED. വീണയെ ചോദ്യം ചെയ്തതിന് ശേഷമാകും മറ്റുള്ളവരിലേക്കും ചോദ്യം ചെയ്യൽ നീളുക. കരിമണൽ കമ്പനിയിൽ നിന്നും എന്തിന് പണം കൈപ്പറ്റിയെന്ന് വ്യക്തമാക്കുന്ന രേഖകളടക്കമുള്ളവയാണ് വീണയോട് ED ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് CMRൽ നിന്നും 2.78 കോടി രൂപ ലഭിച്ചതായി ED കണ്ടെത്തിയിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. നവകേരള യാത്രയ്ക്കിടയിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിലെ പ്രതികൾ 2ാം ദിവസവും SITക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി. മർദ്ദിച്ച ഉദ്യോഗസ്ഥരെ പരിക്കേറ്റവരും സാക്ഷികളും തിരിച്ചറിഞ്ഞു. പ്രതികളുടെ അറസ്റ്റ് ഇന്നും രേഖപ്പെടുത്തിയില്ല. ചോദ്യം ചെയ്യൽ നാളെയും തുടരും. രാവിലെ 9:30 മുൻപ് തന്നെ പ്രതികൾ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി. 2ാം ദിവസവും 5 പേരെയും ഒറ്റയ്ക്കിരുത്തിയും ഒന്നിച്ചും ചോദ്യം ചെയ്തു. 12 മണിയോടെ തിരിച്ചറിയൽ പരേഡ് നടന്നു. മർദ്ദനമേറ്റ AD തോമസ് MLAയും അജയ് ജുവൽ കുര്യാക്കോസും ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകൻ ജോജി മോനും അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 3 പോലീസ് ഉദ്യോഗസ്ഥരും പ്രതികളെ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ 3 പേരും ഇവർ 5 പേരെയും തിരിച്ചറിയുകയും ഇവർ തന്നെയാണ് ഞങ്ങളെ ആക്രമിക്കുകയും ചെയ്തതെന്ന് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിഭാഗം പറയുന്നത് നിരന്തരമായി കള്ളമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവർ നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ട് ഇത് മറ്റൊരു തലത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ കോടതി പെരുമാറിയതും നമ്മളെല്ലാവരും കണ്ടതല്ലേ. അപ്പോൾ ഇത് പൂർണ്ണമായും അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് പറയുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്, അത് യാഥാർത്ഥ്യമായതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ്. ചോദ്യം ചെയ്യൽ നാളെയും തുടരും. 2ാം ദിനവും പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല.
അടുത്ത ദിവസം അറസ്റ്റ് ചെയ്താലും 1 ലക്ഷം രൂപയുടെ ബോണ്ടിലും 2 ആൾ ജാമ്യത്തിലും പ്രതികളെ വിട്ടയക്കണമെന്നും കോടതി നിർദ്ദേശമുണ്ട്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിലൂടെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രത്യേക അന്വേഷണ സംഘം. മർദ്ദനത്തിന് ഉപയോഗിച്ച വടി ഉൾപ്പെടെ കണ്ടെത്താനുണ്ട്. അതേസമയം പ്രതികളുടെ അറസ്റ്റ് നാളെ രേഖപ്പെടുത്തിയാൽ പിന്നാലെ അവരെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും നടന്നേക്കും. അമൃത ന്യൂസ്, ആലപ്പുഴ. വർക്കല ശിവഗിരി മഠത്തിൽ സന്ദർശനം നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഗുരു സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ അദ്ദേഹം ഗുരുദേവന്റെ ദർശനങ്ങളാണ് സർക്കാർ പിന്തുടരുന്നതെന്നും ശിവഗിരി അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. രാവിലെ മഠത്തിലെത്തിയ മുഖ്യമന്ത്രി വി ഡി സതീശനെ ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഗസ്റ്റ് ഹൌസിൽ 15 മിനിറ്റ് നീണ്ട ചർച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ഗുരുസമാധിയിലെത്തി പുഷ്പാർച്ചന നടത്തി. ആദർശനിഷ്ഠ രാഷ്ട്രീയത്തിന്റെ നിറകുടമായാണ് മുഖ്യമന്ത്രി വി ഡി സതീശനെ ജനങ്ങൾ കാണുന്നതെന്ന് ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സദ്ഭരണത്തിലൂടെ രാജ്യത്തിന് സമഗ്രമായ പുരോഗതി കൈവരിക്കാൻ കഴിയുമെന്നും സ്വാമി പറഞ്ഞു. ആദർശനിഷ്ഠമായ രാഷ്ട്രീയത്തിൻ്റെ നിറകുടമായിട്ടാണ് ശ്രീ വി ഡി സതീശനെ കേരളീയ ജനത കാണുന്നത്. അദ്ദേഹത്തിലൂടെ ഒരു വലിയ സദ്ഭരണം ഇവിടെ ഉണ്ടായി നമ്മുടെ രാജ്യത്തിന് സമഗ്രമായ പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് നമ്മുടെ ജനതയ്ക്കുള്ളത്. ജാതി മത കക്ഷി രാഷ്ട്രീയ ഭേദചിന്തകൾക്ക് അതീതമായി അദ്ദേഹത്തിന് പ്രവർത്തിക്കുവാനും ഒരു സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനത്തെ സൃഷ്ടിച്ചെടുക്കുവാനും എല്ലാവിധമായ അനുഗ്രഹവും ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് കേരളത്തിൽ സൗമ്യമായ ഭാഷണം കൊണ്ട് കൊടുങ്കാറ്റ് സൃഷ്ടിച്ച് സാമൂഹിക രംഗങ്ങളിൽ പരിവർത്തനമുണ്ടാക്കിയ വ്യക്തിയാണ് ശ്രീനാരായണ ഗുരുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുസ്മരിച്ചു. ഗുരു സ്വപ്നം കണ്ട ആദർശമാണ് ഈ സർക്കാരിനുമുള്ളത്. ശിവഗിരിയെ അന്താരാഷ്ട്ര നിലവാരമുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ശിവഗിരി എന്ന് പറയുന്നത് ഗുരുദേവന്റെ സാമീപ്യം കൊണ്ടും സാന്നിധ്യം കൊണ്ടും പവിത്രമായി മാറിയ ഒരു സ്ഥലമാണ്. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഇത് ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനുള്ള എല്ലാ സഹായവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ശിവഗിരി തുരുത്തുഭാഗത്തെ മണൊലിപ്പ് തടയാൻ കോൺക്രീറ്റിംഗ് നടത്തി 6 ഏക്കർ സ്ഥലം വികസന പ്രവർത്തനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നും ദൈവദശകത്തിന്റെ 3 പദ്യം കേരള പ്രാർത്ഥനാ ഗാനമാക്കണമെന്നും മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ ആവശ്യപ്പെട്ടതായി സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മധ്യപ്രദേശിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയ സംഭവത്തിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി. പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. പത്രിക തള്ളിയതിനെ തുടർന്ന് കോൺഗ്രസിന് വിജയിക്കാവുന്ന സീറ്റ് ഉൾപ്പെടെ 3 സീറ്റുകളിൽ BJP സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു. മധ്യപ്രദേശിൽ നിന്നുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ മീനാക്ഷി നടരാജൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുമ്പോൾ അതിലിടപെടാൻ കോടതികൾക്ക് അധികാരമില്ലെന്ന് വ്യക്തമാക്കിയാണ് നടപടി. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പീൽ നൽകാമെന്നും തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം ബന്ധപ്പെട്ട ഹൈക്കോടതിയിൽ തിരഞ്ഞെടുപ്പ് ഹർജി നൽകാൻ സാധിക്കുമെന്നും കോടതി വ്യക്തമാക്കി. തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പീൽ നൽകി. തെലങ്കാനയിൽ നിലവിലുള്ള കേസിന്റെ വിവരങ്ങൾ മീനാക്ഷി നടരാജൻ പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്ന് BJP പരാതി നൽകിയതോടെയായിരുന്നു പത്രിക തള്ളിയത്. തുടർന്ന് കോൺഗ്രസിന് വിജയിക്കാമായിരുന്ന 1 സീറ്റ് ഉൾപ്പെടെ 3 സീറ്റിലും BJP സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തിരഞ്ഞെടുത്തതായി പ്രഖ്യാപിച്ചു. രജനീഷ് അഗർവാൾ, തരുൺ ചുഗ്, മഹേഷ് കേവത് എന്നിവരാണ് മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്ക് എതിരില്ലാതെ വിജയിച്ചത്. തിരഞ്ഞെടുപ്പിൽ BJPയും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ഒത്തുകളിച്ചു എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നീറ്റ് പരീക്ഷാ ക്രമീകരണങ്ങളിൽ മാറ്റങ്ങൾ പ്രഖ്യാപിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പരീക്ഷാ സമയം 15 മിനിറ്റ് വർദ്ധിപ്പിച്ച് ജൂൺ 21-ന് പുനഃപരീക്ഷ നടക്കാനിരിക്കെയാണ് തീരുമാനം. പരീക്ഷയുടെ ചോദ്യപേപ്പർ തയ്യാറാക്കി സൂക്ഷിക്കുന്നതിലും മാറ്റങ്ങൾ വരുത്തിയിരുന്നു. ചോദ്യപേപ്പർ ചോർന്നതിനെ തുടർന്ന് റദ്ദാക്കിയ നീറ്റ് UG മെഡിക്കൽ പരീക്ഷ ഈ മാസം 21-ന് വീണ്ടും നടക്കാനിരിക്കെയാണ് പരീക്ഷാ ക്രമീകരണങ്ങളിൽ NTA മാറ്റം കൊണ്ടുവന്നത്. പരീക്ഷാ സമയം 15 മിനിറ്റ് വർദ്ധിപ്പിച്ചതും ചോദ്യപേപ്പർ ബുക്ക്ലെറ്റിലെ റഫ് പേജുകളുടെ എണ്ണം 2-ൽ നിന്നും 4-ആക്കി ഉയർത്തിയതുമാണ് പ്രധാന മാറ്റങ്ങൾ. പുതിയ ക്രമീകരണം അനുസരിച്ച് പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ നടക്കും. ഇതോടെ പരീക്ഷയുടെ ആകെ ദൈർഘ്യം 195 മിനിറ്റായി ഉയരും. അറ്റൻഡൻസ്, മാർക്കിംഗ്, ഇൻവിജിലേഷൻ നടപടികൾ എന്നിവയ്ക്കായി അധിക സമയം ലഭിക്കുമെന്നതാണ് NTAയുടെ വിശദീകരണം. കണക്ക് കൂട്ടലുകൾക്കും ഡയഗ്രങ്ങൾ വരയ്ക്കുന്നതിനുമായി ഇനി മുതൽ 4 റഫ് പേജുകൾ ലഭ്യമാക്കും.
ഇടത് കൈ ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെയും പരിഗണിച്ച് ബുക്ക്ലെറ്റിൻ്റെ ഇരുവശങ്ങളുമായി റഫ് പേജുകൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും NTA അറിയിച്ചു. പരീക്ഷയുടെ ക്രമീകരണങ്ങൾ വിദ്യാഭ്യാസ മന്ത്രാലയം ഉന്നതതല യോഗം ചേർന്ന് വിലയിരുത്തിയിരുന്നു. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് കർശന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ചോദ്യപേപ്പർ എത്തിക്കുന്നതിന് വ്യോമസേനയുടെ സഹായവും വിദ്യാഭ്യാസ മന്ത്രാലയം തേടിയിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. UAE ഇന്ത്യൻ പാസ്പോർട്ട്, വിസ, കോൺസുലർ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഔട്ട്സോഴ്സ് സേവനദാതാവിൽ മാറ്റം വരുന്നതായി അബുദാബിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. നിലവിൽ സേവനങ്ങൾ നൽകുന്ന BLS ഇൻ്റർനാഷണൽ സർവീസും SGIVS ഗ്ലോബലും ഈ മാസം 30 വരെ പ്രവർത്തനം തുടരും. ടെൻഡർ നടപടികളും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും പൂർത്തിയാക്കിയതിനെ തുടർന്ന് അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് LLCയെ പുതിയ സേവന ദാതാവായി നിയമിച്ചു. 2026 ജൂലൈ 1 മുതൽ ഈ മാറ്റം പ്രാബല്യത്തിൽ വരും. ജൂലൈ 1 ശേഷമുള്ള എല്ലാ ഇന്ത്യൻ പാസ്പോർട്ട്, വിസ, കോൺസുലർ സേവന അപേക്ഷകളും അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് നടത്തുന്ന നിശ്ചിത കേന്ദ്രങ്ങൾ വഴിയായിരിക്കും സ്വീകരിക്കുകയും പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുക. സേവന കേന്ദ്രങ്ങൾ, പ്രവർത്തന സമയം, അപ്പോയിൻമെൻറ്റ് നടപടിക്രമങ്ങൾ, സേവന നിരക്കുകൾ തുടങ്ങിയ വിശദാംശങ്ങൾ പിന്നീട് പ്രത്യേകമായി പ്രഖ്യാപിക്കുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. അതുവരെ അപേക്ഷകൾ നിലവിലുള്ള BLS SGIVS കേന്ദ്രങ്ങൾ തന്നെ ഉപയോഗിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. UAE ഇന്ത്യൻ സമൂഹത്തിന് കൂടുതൽ കാര്യക്ഷമവും ഗുണമേന്മയുള്ളതുമായ കോൺസുലർ സേവനങ്ങൾ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് പുതിയ ക്രമീകരണമെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. ദുബായിൽ ജലവൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കില്ല എന്ന ദുബായ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ അതോറിറ്റിയുടെ പ്രഖ്യാപനം സ്വദേശികൾക്കും പ്രവാസികൾക്കും ഒരുപോലെ ആശ്വാസകരമായി. ജീവിത ചെലവുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് ഈ പ്രഖ്യാപനം. നിലവിലുള്ള താരിഫ് നിരക്കുകൾ തുടരുമെന്ന് ദീവ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ സയ്യിദ് മുഹമ്മദ് അൽ തായർ വ്യക്തമാക്കി. നിരക്ക് വർധനയല്ല, മറിച്ച് സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയും സ്മാർട്ട് സാങ്കേതിക വിദ്യകളിലൂടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതാണ് അതോറിറ്റിയുടെ പ്രധാന ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ഊർജ്ജ ഉപയോഗം കുറയ്ക്കുന്നതിനും സൗരോർജ്ജം ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനും ദീവ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട്. സേവനങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതാണ് ദീവയുടെ സമീപനമെന്നും അധികൃതർ വ്യക്തമാക്കി. വേനൽ ചൂട് ശക്തമാകുന്ന സാഹചര്യത്തിൽ വാഹനങ്ങളുടെ ടയർ സുരക്ഷയിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് അബുദാബി പോലീസ് മുന്നറിയിപ്പ് നൽകി. സുരക്ഷിത വേനൽ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് മുന്നറിയിപ്പ്. ഉയർന്ന താപനിലയിൽ ടയർ പൊട്ടിത്തെറിക്കുന്നത് വാഹനത്തിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടാനും വലിയ അപകടങ്ങൾക്ക് ഇടയാക്കാനും സാധ്യതയുണ്ടെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടി. കൃത്യമായി പരിശോധന വേണമെന്നും നിർമ്മാണ തീയതിയും ഉപയോഗ കാലാവധിയും ഉറപ്പാക്കണമെന്നും നിർദ്ദേശിച്ച വായുമർദ്ദം നിലനിർത്തണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. അമിതഭാരം വാഹനത്തിൽ കയറ്റുന്നതും ഒഴിവാക്കണമെന്നും ഓർമ്മിപ്പിച്ചു. ഷാർജയിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിലൊന്നായ അൽ താവൂൻ സ്ട്രീറ്റിൽ പുതിയ അടിപ്പാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി ശനിയാഴ്ച മുതൽ താൽക്കാലിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് ഷാർജ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഈ റൂട്ടിൽ ഭാഗികമായി റോഡ് അടച്ചിടും. പകരം താൽക്കാലിക മാർഗങ്ങളിലൂടെ വാഹനങ്ങൾ തിരിച്ചുവിടുന്നതിനാൽ യാത്രക്കാർ കൂടുതൽ സമയം കണക്കാക്കി യാത്ര തിരിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. പദ്ധതി പൂർത്തിയാകുന്നതോടെ വാഹനങ്ങൾക്ക് സിഗ്നലുകളോ തടസ്സങ്ങളോ ഇല്ലാതെ അടിപ്പാതയിലൂടെ സുഗമമായി കടന്നുപോകാൻ സാധിക്കും. സൗദിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ ഏപ്രിൽ മാസത്തിൽ നിയമാനുസൃത ധനകാര്യ സ്ഥാപനങ്ങൾ വഴി 1465 കോടി റിയാൽ സ്വദേശങ്ങളിലേക്ക് അയച്ചതായി സൗദി സെൻട്രൽ ബാങ്ക് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2025 ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ സൗദി പ്രവാസികൾ അയച്ച പണത്തിൽ 16% വർധനവ് രേഖപ്പെടുത്തി. എന്നാൽ 2026 മാർച്ചിനെ അപേക്ഷിച്ച് കഴിഞ്ഞ ഏപ്രിൽ വിദേശികളുടെ പണമയക്കൽ 13% കുറഞ്ഞു. മാർച്ച് മാസത്തെ അപേക്ഷിച്ച് ഏപ്രിൽ വിദേശികൾ അയച്ച പണത്തിൽ 230 കോടി റിയാലിൻ്റെ കുറവാണ് ഉണ്ടായത്. കുവൈറ്റിൽ ജയിൽ ചാടിയ തടവുകാരെ പിടികൂടുന്നതിൽ നിർണായക പങ്ക് വഹിച്ച 4 ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സബാഹാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. കൃത്യനിർവഹണത്തിലെ ആത്മാർത്ഥത, ജാഗ്രത, പ്രവർത്തന മികവ് എന്നിവ പരിഗണിച്ചാണ് ഈ പ്രത്യേക സ്ഥാനക്കയറ്റം. ഓഫീസർ ഖാലിദ് അൽ ദെഹാനി, സർജന്റ് അബ്ദുൾ റഹ്മാൻ അൽ ഖാലിദി, കോർപ്പറൽ ഫഹദ് അൽ ഉസൈമി, അസിസ്റ്റന്റ് കോർപ്പറൽ നാസർ അൽ സയ്യിദ് എന്നിവർക്കാണ് നിലവിലെ റാങ്കിന് തൊട്ടുമുകളിലുള്ള പദവിയിലേക്ക് സ്ഥാനക്കയറ്റം നൽകിയത്. കർമ്മരംഗത്ത് ഇവർ പ്രകടിപ്പിച്ച കഠിനാധ്വാനവും ആത്മാർത്ഥതയും ചുമതലകൾ നിർവഹിക്കുന്നതിലെ പ്രതിബദ്ധതയും പരിഗണിച്ചാണിതെന്നും മന്ത്രാലയം വ്യക്തമാക്കി. പാഴ്സൽ അല്ലെങ്കിൽ കൊറിയർ ഡെലിവറി സംബന്ധിച്ച വ്യാജ സന്ദേശങ്ങളിലൂടെ നടക്കുന്ന ഓൺലൈൻ തട്ടിപ്പുകൾക്കെതിരെ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കുവൈറ്റ് സെൻട്രൽ ബാങ്ക്. സന്ദേശങ്ങളിലെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും
വ്യക്തിഗത ബാങ്കിംഗ് സേവനങ്ങൾ പങ്കുവയ്ക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഇത്തരം സന്ദേശങ്ങൾ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്താൻ ലക്ഷ്യമിടുന്ന ഫിഷിംഗ് തട്ടിപ്പുകളുടെ ഭാഗമാണെന്ന് ബാങ്ക് വ്യക്തമാക്കി. സംശയാസ്പദമായ സന്ദേശങ്ങൾ ലഭിച്ചാൽ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ ഔദ്യോഗിക ചാനലുകൾ വഴി മാത്രം വിവരങ്ങൾ പരിശോധിക്കണമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന സൈബർ തട്ടിപ്പുകൾക്കും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കുമെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് മുന്നറിയിപ്പ്. കുവൈറ്റ് എയർവേസിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് നൽകിയിരുന്ന യാത്രാ വൗച്ചറുകളും മറ്റ് ആനുകൂല്യങ്ങളും നിർത്തലാക്കിയ ചെയർമാന്റെ തീരുമാനം നിയമപരമാണെന്ന് അപ്പീൽ കോടതി. ഇതോടെ വിരമിച്ച ജീവനക്കാർ സമർപ്പിച്ച ഹർജിയും കോടതി തള്ളിക്കളഞ്ഞു. മുമ്പ് അഡ്മിനിസ്ട്രേറ്റീവ് കോടതി വിരമിച്ച ജീവനക്കാർക്ക് അനുകൂലമായി വിധി പ്രസ്താവിക്കുകയും ആനുകൂല്യങ്ങൾ നിർത്തലാക്കിയ തീരുമാനം റദ്ദാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ വിധിയിൽ അപ്പീൽ കോടതി താഴ്ന്ന കോടതിയുടെ തീരുമാനം മറിച്ചുകൊണ്ട് ചെയർമാന്റെ നടപടിക്ക് നിയമസാധുതയുണ്ടെന്ന് വ്യക്തമാക്കി. ഇതോടെ കുവൈറ്റ് എയർവേസും മുൻ ജീവനക്കാരും തമ്മിലുള്ള നിയമപോരാട്ടം വിമാന കമ്പനിക്ക് അനുകൂലമായി അവസാനിച്ചു. റിസാല സ്റ്റഡി സർക്കിൾ അകലങ്ങളെ അക്ഷരമാക്കുന്ന രസതന്ത്രം എന്ന പ്രമേയത്തിൽ RC അൽ ഖസീം സോൺ കമ്മിറ്റി അൽക്ക മീഡിയ ചർച്ചാ സംഗമം സംഘടിപ്പിച്ചു. മാറുന്ന കാലത്ത് വായനയിലും പ്രസിദ്ധീകരണങ്ങളിലും അടക്കം വരുന്ന ഡിജിറ്റലൈസേഷൻ വായനയെ ക്രിയാത്മകമായും മൂല്യാധിഷ്ഠിതമായും ഉപയോഗപ്പെടുത്തണമെന്ന് സംഗമം ആവശ്യപ്പെട്ടു. സോൺ ചെയർമാൻ യാസിൻ ഫാളിലി ക്ലാരിയുടെ അധ്യക്ഷതയിൽ നടന്ന സംഗമം നൗഫൽ മണ്ണാർക്കാട് ഉദ്ഘാടനം ചെയ്തു. സൂഫിയാൻ ഇർഫാനി പ്രമേയ സന്ദേശ പ്രഭാഷണം നടത്തി. തുടർന്ന് നടന്ന ചർച്ചാ സെഷനിൽ വിവിധ പ്രവാസി സംഘടനകളുടെ പ്രതിനിധികൾ സംസാരിച്ചു. അബു താഹിർ കൊല്ലം സ്വാഗതവും ഹാരിസ് അലി അതിനി നന്ദിയും പറഞ്ഞു. ഷിഗല്ല ജാഗ്രതയിൽ സംസ്ഥാനം. മലപ്പുറത്തും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തു. പെരിന്തൽമണ്ണ കീഴാറ്റൂരിൽ മരിച്ച സ്ത്രീക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇന്ന് 18 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 12 ദിവസത്തിനുള്ളിൽ 56 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബേക്കറിയിൽ നടത്തിയ പരിശോധനയിൽ ഷിഗല്ല രോഗാണുവിനെ കണ്ടെത്തിയതോടെ സ്ഥാപനം അടച്ചുപൂട്ടി. മലപ്പുറം കീഴാറ്റൂരിൽ മരിച്ച സരോജിനിക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. വയറിളക്കത്തെ തുടർന്ന് 8-ാം തീയതിയാണ് സരോജിനിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 9-ാം തീയതി മരണം സംഭവിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. സംഭവത്തെ തുടർന്ന് കീഴാറ്റൂരിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. വയനാട്ടിൽ 7 പേർക്കാണ് പുതുതായി ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഇതോടെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16ആയി. പകർച്ചവ്യാധി നിരീക്ഷണവും പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ജില്ലയിൽ ശക്തമാക്കിയതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KT രേഖ അറിയിച്ചു. നിലവിൽ രോഗം സ്ഥിരീകരിച്ച 16 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. കോഴിക്കോട് പയ്യോളിയിലെ 3 വയസ്സുകാരനും രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പനിയും മറ്റു ലക്ഷണങ്ങളും ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയെ വടകര സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെയാണ് പോസിറ്റീവ് ഫലം വന്നത്. നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചതിന് പിന്നാലെ ബേക്കറിയിൽ നിന്നും ശേഖരിച്ച ജ്യൂസ് സാമ്പിളിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ബേക്കറി അടപ്പിച്ചു. ഓറഞ്ചിന്റെ രുചിയോടുകൂടിയ ജ്യൂസിന്റെ സാമ്പിൾ മെയ് 29-നാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധനയ്ക്കായി വഞ്ചിയൂരിലെ ലാബിൽ എത്തിച്ചത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. ഇതോടെ ഉദ്യോഗസ്ഥരെത്തി ബേക്കറി താൽക്കാലികമായി അടപ്പിക്കുകയായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് നിപ ബാധിച്ച് ചികിത്സയിലുള്ള യുവാവിന് IMCR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആൻറ്റിബോഡി ആദ്യത്തെ ഡോസ് നൽകി. രോഗിയുടെ നിലയിൽ നേരിയ പുരോഗതിയുണ്ട്. അതേസമയം പുതുതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ നിലവിൽ 87 പേരാണ് പട്ടികയിലുള്ളത്. നിലവിൽ ക്വാറന്റീനിലുള്ള 3 പേരെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ള ആൾക്ക് മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം IMCR മാനദണ്ഡങ്ങൾ പാലിച്ച് മോണോക്ലോണൽ ആന്റിബോഡി ആദ്യത്തെ ഡോസ് നൽകി. അതേസമയം പുതുതായി 10 പേരെ കൂടി സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇതോടെ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിൽ 4 പേരും ഹൈറിസ്കിൽ 16 പേരും ലോ റിസ്കിൽ 67 പേരും ഉൾപ്പെടെ നിലവിൽ 87 പേരാണ് പട്ടികയിലുള്ളത്. നിലവിൽ സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരെയും ദിവസം 2 നേരം കൺട്രോൾ റൂമിൽ നിന്ന് വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതായി അധികൃതർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാമനാട്ടുകര നഗരസഭയിലെ 5-ാം ഡിവിഷനിലുള്ള 286 വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തി. പനിയുള്ള 12 പേരെ കണ്ടെത്തി. എന്നാൽ നിപയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ ഇവരിൽ കണ്ടെത്തിയിട്ടില്ല. രാമനാട്ടുകര നഗരസഭയിൽ ഇന്നും RRT യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. നാഷണൽ ഡിസീസ് കൺട്രോൾ സെന്ററിൽ നിന്നുള്ള വിദഗ്ധർ നാളെ ജില്ലയിൽ സന്ദർശനം നടത്തും. ജില്ലയിൽ നിപ രോഗബാധ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. കോഴിക്കോട് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിന് കീഴിലെ ആനിമൽ ഡിസീസ് കൺട്രോൾ പ്രൊജക്ട് ഓഫീസിലാണ് കൺട്രോൾ റൂം ഒരുക്കിയിരിക്കുന്നത്.
രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നി ഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് തല പരിശോധനകളും ആരംഭിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്. RSS ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കേരളത്തിലെത്തിയ സർസംഘചാലക് മോഹൻ ഭാഗവത് കൊല്ലം അമൃതപുരി ആശ്രമം സന്ദർശിച്ചു. സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സ്നേഹം, സേവനം, ആത്മീയത എന്നീ മൂല്യങ്ങൾ സമൂഹത്തിലേക്ക് പകരുന്നതിൻ്റെ പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ഈ ആത്മീയ സംഗമം. ലോകകപ്പിൽ അല്പസമയത്തിനകം കാനഡയും ബോസ്നിയയും തമ്മിൽ ഏറ്റുമുട്ടും. കാനഡയിലെ ടൊറന്റോയിലെ BMO ഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുന്നത്. 3ാം വട്ട ലോകകപ്പിനിറങ്ങുന്ന കാനഡ മുമ്പ് കളിച്ച 6 മത്സരങ്ങളിലും തോറ്റിരുന്നു. US പരാഗ്വേ മത്സരം നാളെ രാവിലെ 6:30 നടക്കും. നാളെ രാത്രി ഖത്തർ സ്വിറ്റ്സർലൻഡിനെ നേരിടും. ലോകകപ്പ് ഫുട്ബോൾ മത്സരം സൗദിയിലെ പൊതുയിടങ്ങളിലും പാർക്കുകളിലും തത്സമയ സംപ്രേഷണം സൗകര്യമൊരുക്കി സൗദി മുനിസിപ്പൽ ഗ്രാമീണകാര്യ വസതി മന്ത്രാലയം. നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ നഗരത്തിലേക്ക് ലോകകപ്പ് അന്തരീക്ഷം അനുഭവിക്കൂ എന്ന പ്രമേയത്തിലാണ് മന്ത്രാലയം ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കായിക രംഗത്തെ സമൂഹത്തിൻ്റെ പങ്കാളിത്തവും ഇടപെടലുകളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി മന്ത്രാലയം രൂപം നൽകിയ നമ്മുടെ നഗരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന സംരംഭത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയ്ക്ക് നാളെ തുടക്കം. ഏക ടെസ്റ്റ് മത്സരത്തിലെ തകർപ്പൻ വിജയത്തിന് ശേഷമാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ നേരിടുന്നത്. 3 മത്സരങ്ങളടങ്ങിയ ഏകദിന പരമ്പരയിലെ ആദ്യ പോരാട്ടം ധരംശാലയിലെ ഹിമാചൽ പ്രദേശ് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിലാണ് നടക്കുക. ഉച്ചയ്ക്ക് 1:30 മത്സരം. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.